നമസ്കാരമുണ്ട്. ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നതാണ് റസ്റ്റ്, തുരുമ്പ്. ഇത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്ന ഒരു ഇടമാണ് അണ്ടർ ബോഡി എന്ന് പറയുന്നത്, അണ്ടർ ചേസിസ്. കാരണം വാഹനത്തിൻ്റെ ബാക്കി എവിടെ നമ്മളൊരു തുരുമ്പിൻ്റെ അംശം വന്നാലും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടും. പക്ഷേ വീട്ടിലേക്ക് എടുക്കുന്ന വണ്ടിയുടെ അടിഭാഗം നമുക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഓൾട്ടീസ് കൊറോളയാണ്. നമ്മൾ ഇതിൻ്റെ അണ്ടർ കോട്ടിങ് ചെയ്തതാണ്. അത് രണ്ട് ടൈപ്പിൽ വരും, റബ്ബറൈസ്ഡും ഒരു ഇപ്പോക്സിയും വരും. ഇത് ഇപ്പോക്സി കോട്ടിങ്ങാണ് ചെയ്തിട്ട്. ഈ കോട്ടിങ്ങുകൾ എന്ന് പറയുന്നതൊക്കെ റസ്റ്റ് പ്രിവെൻഷൻ ആണ്, റസ്റ്റ് കറക്ഷൻ അല്ല. ഒരു തുരുമ്പ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ കോട്ടിങ് ചെയ്തിട്ട് കാര്യമില്ല. തുരുമ്പ് വന്നാൽ നമ്മളെ ഭാഗം കട്ട് ചെയ്ത് മാറ്റി പുതിയൊരു പീസ് വെൽഡ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാൽ പോലും നമുക്ക് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആ വെൽഡ് ചെയ്ത ഭാഗത്തുനിന്ന് വെൽഡിങ് ജോയിൻറ്റിൽ നിന്ന് തുരുമ്പ് കയറി വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ തുരുമ്പ് വരുന്നതിനേക്കാളും മുന്നേ തന്നെ പരമാവധി നിങ്ങൾ ഇങ്ങനത്തെ കോട്ടിങ്ങുകൾ വണ്ടിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാകുമ്പോൾ വണ്ടിക്ക് ബോഡിക്ക് മെറ്റൽ സർഫസിന് കുറച്ച് ലൈഫ് കൂടി കിട്ടും നമുക്ക്. അതേപോലെ തീരദേശത്തുള്ള കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ നേരത്തെ കൂടി തന്നെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിടാൻ ശ്രമിക്കുക. കാരണം അവിടെയൊക്കെ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലുള്ള അന്തരീക്ഷമാണ് അവിടെയൊക്കെ. പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങിക്കുമ്പോഴും ഏതെങ്കിലും ഒരു സർവീസ് സെൻ്ററിൽ ചെന്ന് ലിഫ്റ്റിൽ വണ്ടി കയറ്റിയിട്ട് അണ്ടർ ചേസസ് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗാരേജ് ബില്ല് നമ്മൾ ഇങ്ങനത്തെ കോട്ടിങ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വണ്ടി കൊണ്ട് നേരിട്ട് വന്നാൽ നമുക്കിവിടെ ഫ്രീ ആയിട്ട് ലിഫ്റ്റ് കയറ്റി നമുക്ക് ചെക്ക് ചെയ്ത് തരാം. ഇനി നമുക്ക് വേറെ എക്സ്ട്രാ കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വ്യൂവേഴ്സ് കൂടുന്നുണ്ടെങ്കിലും ഫോളോവേഴ്സ് കൂടി വരുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു.